ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഒരുപാട് നാളുകൾക്ക് ശേഷമാണ് ഒരു വീഡിയോ ഇടുന്നത്. ആൻഡ് ഇതെന്റെ ബർത്ത്ഡേ വ്ലോഗാണ് കേട്ടോ. ബർത്ത്ഡേ കഴിഞ്ഞ മാസമായിരുന്നു. ബർത്ത്ഡേയുടെ തലേ ദിവസം വെന്നിപ്പേക്കിന് ലക്ഷ്മിയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ദിവ്യ ചേച്ചിയും ചേട്ടന്മാരും എല്ലാവരും ഉണ്ടായിരുന്നു. പിന്നെ കറക്റ്റ് 12 മണിക്ക് തന്നെ കേക്കൊക്കെ കട്ട് ചെയ്ത് ഫുഡൊക്കെ കഴിച്ചു നമ്മൾ വളർത്താനൊക്കെ പറഞ്ഞിരുന്നു. പിറ്റേ ദിവസം രാവിലെ എഴുന്നേറ്റ് ഞാൻ ലക്ഷ്മിനെ കൊണ്ട് നടക്കാൻ ഇറങ്ങി. നല്ല കാറ്റായതുകൊണ്ട് ഞാൻ ഇതിൽ പറഞ്ഞ് ഓടി ഒന്നും ക്ലിയർ ആയില്ല. എൻ്റെ അപ്പാർട്ട്മെന്റിൽ നിന്ന് ഒരു 3 മിനിറ്റ് നടന്നു കഴിഞ്ഞാൽ ഒരു അടിപൊളി സ്പോട്ട് ഉണ്ട്. ക്രോസ് ജനറൽ സ്റ്റോർ എന്നാണ് പേര്. ഒരു ഐസ്ക്രീം ഷോപ്പും മിനി ഗോൾഫും പിന്നെ ഒത്തിരി ആന്റിക് ഐറ്റംസും ആണ് ഇവിടെ ഉള്ളത്. ഇതുപോലെ കണ്ട എല്ലാ സാധനങ്ങളും ഇവിടെ ഉണ്ട്. ചെറിയ കുപ്പി പാട്ട തുടങ്ങി വലിയ വലിയ കാറുകളും ട്രക്കുകളും ഉൾപ്പെടെ എല്ലാം ഉണ്ട് ഇവിടെ. അകത്താണെന്നുണ്ടെങ്കിൽ ഒരു പഴയ ഐസ്ക്രീം ബാർ അങ്ങനെ തന്നെ നടത്തിക്കൊണ്ട് പോകുന്നുണ്ട്. ആ ബ്ലാക്ക് ബോർഡിൽ കാണുന്ന സാധനങ്ങളൊക്കെയാണ് ഇവിടെ ഉള്ളത്. ഇനി നമുക്കതൊന്നും വേണ്ടെങ്കിലും ഇവിടെ ചുമ്മാ കയറി ചുറ്റിക്കറങ്ങി എല്ലാം ഒന്ന് കണ്ടിട്ട് പോകുന്നതും ഇവിടത്തെ അപ്പാപ്പന് ഭയങ്കര ഇഷ്ടമാണ്. വരുന്നവർക്കെല്ലാം എഴുതാനായിട്ട് ചെറിയൊരു ബുക്കൊക്കെ ഇവിടെ ഉണ്ട്. കഴിഞ്ഞ പ്രാവശ്യം ഞാനിവിടെ വന്നപ്പോൾ അപ്പാപ്പൻ എന്നെ ഇവിടെ ഫ്രണ്ടിലേക്ക് നിർത്തി കുറെ ഫോട്ടോസ് ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. ഞാനത് ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യാം. ഇതിനുള്ള പ്രോപ്പർട്ടി ഒക്കെ അപ്പാപ്പൻ തന്നെയാണ് തന്നത്. ഇതാണ് ഇതിന്റെ എല്ലാം ഓണർ. പിന്നെ അവിടെ നിന്ന് ഫ്രീ ആയിട്ട് കോലുമിഠായൊക്കെ തന്നു അപ്പാപ്പൻ. ഞങ്ങൾ പുറത്തുള്ളതൊക്കെ കാണാനായിട്ട് ഇറങ്ങി. അവിടെ ചെറിയ കല്യാണമൊക്കെ നടത്തുന്ന സെറ്റപ്പ് ഉണ്ട്. ഇവിടെ ആൾക്കാർക്കൊക്കെ ഇരിക്കാം. അവിടെ നല്ല ചെറിയൊരു എൻട്രൻസ് ഒക്കെ ഉണ്ട്. ഫുള്ള് ആൻറ്റിക് ഐറ്റംസ് ആണ്. ഫുള്ളെന്ന് പറഞ്ഞാൽ നമ്പർ പ്ലേറ്റ്സ് ഒക്കെ കണ്ടോ. എല്ലാ ഇയറിലെയും എല്ലാ ചേഞ്ചസും എല്ലാം ഉണ്ട്. ഇത് പുതിയ എഡീഷൻ ആണ് കേട്ടോ. ഇത് ഇത്രയും നാളുണ്ടായിരുന്നില്ല. ഈ ഒരു റൗണ്ടാ വിന്ററിലും വന്നാലും ഇവിടെ ഇങ്ങനെ ചെറുതായിട്ടൊരു ഇത് വെച്ചിട്ട് മറയ്ക്കുമെന്ന് മാത്രമേ ഉള്ളൂ. ബട്ട് സ്റ്റിൽ നമുക്ക് വരാൻ സാധനങ്ങളൊക്കെ ഇങ്ങനെ കാണാം, എല്ലാം ചെയ്യാം. ഫുൾ അവിടെ അപ്പോഴും ഇവിടെ ഐസ്ക്രീമുകളുണ്ടാവും. പിന്നെ കുറേ വിൻറ്റേജ് കാർസ് ഉണ്ട്. പിന്നെ അപ്പം വന്ന് പറഞ്ഞപ്പോഴാണ് നമുക്ക് മനസ്സിലായത് ഇവിടെയുള്ള എല്ലാ വണ്ടികളും പുള്ളി തന്നെ ബിൽഡ് ചെയ്തതാണ്. ഇപ്പൊ കണ്ട ആ പിങ്ക് കളർ കാറ് പുള്ളി 1958 ബിൽഡ് ചെയ്തതാണ്. ഏകദേശം 70 വർഷങ്ങൾക്ക് മുമ്പ്. അതുപോലെ ഇവിടെയുള്ള എല്ലാ സാധനങ്ങളും അതും അതിനേക്കാളും പഴക്കമുള്ളതാണ്. ഒട്ടുമിക്ക എല്ലാ വണ്ടികളും കാണാനും തൊടാനും അകത്ത് കയറിയിരുന്ന് ഫോട്ടോ എടുക്കാനും പുള്ളി സമ്മതിക്കും. മുകളിലപ്പം താമസിക്കുന്ന സ്ഥലമാണ്. നിമിഷ നേരം കൊണ്ട് അവൾ അവിടെ എത്തിയത്. ഇത്ര നേരം ഇവിടെ ഉണ്ടായിരുന്ന ആളാ. ഇങ്ങനെ പോവാ. ലക്ഷ്മി പോവല്ലേ. ബാക്കിൽ ഇവിടെ ചെറിയൊരു മിനി ഗോൾഫിന്റെ സെറ്റപ്പ് ഒക്കെ ഉണ്ട്. ഞാൻ റീൽസ് എടുക്കാനും ഫോട്ടോസ് എടുക്കാനൊക്കെ ആദ്യം വരുന്നത് ഇവിടെയാണ്. ഇവിടെ ഇത് മാത്രമല്ല കേട്ടോ കാണാനുള്ളത്. സൈഡിൽ കൂടെ നടക്കാനൊക്കെ ആയിട്ട് നല്ല അടിപൊളി ട്രയലുകളും വേറൊരു സൈഡിൽ റെയിൽവേ പാളവും അതിനു ചുറ്റും മരങ്ങളും പൂക്കളും അതിന് താഴെ കൂടെ പുഴയൊക്കെ ഒഴുകുന്നുണ്ട്. പുഴയുടെ സൈഡിൽ കൂടെ നമുക്ക് അങ്ങ് ഒത്തിരി ദൂരം നടക്കാം. ഒരു കാടിനുള്ളിൽ കൂടെ തന്നെ നടക്കുന്ന ഫീല്. അപ്പം നമ്മൾ അവിടെയൊക്കെ പോയി ഇറങ്ങി തിരിച്ചു വന്ന് പിന്നെയും റെഡിയായി. നമ്മളെല്ലാവരും ദിവ്യചേച്ചിയും കേവൻചേട്ടനും അവരെല്ലാവരും ഉണ്ട്. നമ്മളെല്ലാവരും കൂടെ ക്ലിയർ ലേക്ക് അല്ലെങ്കിൽ വേറെ റൈഡിങ് മൗണ്ടൻ അങ്ങനെ ഏതെങ്കിലുമൊക്കെ സ്ഥലത്ത് ചെറിയൊരു കുഞ്ഞി ലിറ്റിൽ ട്രിപ്പ് പോകാമെന്ന് വിചാരിച്ചിരിക്കുകയാണ്. അപ്പം നമ്മൾ ഇറങ്ങുവാണ്. നമ്മൾ ഇപ്പോൾ നിലവിൽ മീനഡോസയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ പറന്ന് പോകുന്ന കാറ്റാണ്. നമ്മൾ വിചാരിച്ച പോലെയല്ല, ഭയങ്കര കാറ്റാണ്. നമ്മളിപ്പോൾ നല്ല മീനഡോസയിലാണ് വന്നിരിക്കുന്നത്. ഡാമും പിന്നെ ഒരു ബീച്ചും ആ ഒരു സെറ്റപ്പാണ്. നമുക്ക് അവിടേക്ക് പോയി നോക്കാം. നമ്മൾ നേരെ നടന്നെത്തുന്നത് ഒരു ചെറിയ ഡാമിലേക്കാണ്. ഫോൾ സീസൺ ആയിരുന്നുകൊണ്ട് ചുറ്റും കാണാൻ നല്ല ഭംഗിയൊക്കെ ആയിരുന്നു. പച്ച ഇലകളൊക്കെ പയ്യെ മഞ്ഞയും ഓറഞ്ചും റെഡൊക്കെ ആയി മാറുമായിരുന്നു. വീഡിയോ കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടായിരിക്കും എന്ത് കാറ്റുണ്ടായിരുന്നു എന്നുള്ളത്. പിന്നെ ലക്ഷ്മിയുടെ നിർബന്ധത്തിന് വഴങ്ങി അവളുടെ പുറത്ത് പിന്നെയും നടക്കാനായിട്ട് ഇറങ്ങി. ഈ ചെറിയ പാലമൊക്കെ കടന്ന് അപ്പുറത്തേക്ക് വീണ്ടും നടക്കാനായിട്ട് ഒത്തിരി ഉണ്ടായിരുന്നു. നല്ല രസമുണ്ട്. പക്ഷെ ഭയങ്കര വെയിലായതുകൊണ്ടും കാറ്റായതുകൊണ്ടും നേരെ നോക്കാൻ പോലും പറ്റാത്തത്ര വെയിലാണ്. അത് കാണുന്നുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ നമ്മൾ നേരെ ക്ലിയറിലേക്കാണ് പോകുന്നത്. അവിടെ വെയിലൊക്കെ കുറേയിരിക്കുന്നു. ഇഷ്ടപ്പെട്ടിരിക്കുന്നു. ഇന്ന് പിന്നെ ഹാപ്പി ബർത്ത്ഡേ മറ്റേ വാട്സപ്പിൽ ഇടുമ്പോൾ
ക്ലിയറിലേക്ക് ഞങ്ങളുടെ അടുത്തുനിന്ന് ഏകദേശം ഒരു 1.5 മണിക്കൂർ ദൂരമുണ്ട്. ഞാനിതിന് മുന്നേ ക്ലിയറിലേക്ക് വന്നപ്പോൾ എടുത്തൊരു ചെറിയ ഈവനിങ് വ്ളോഗ് ഞാൻ ഇതിന് മുന്നേ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. യൂഷ്വലി ഞങ്ങൾ ഇവിടെ വരുമ്പം ബോട്ടൊക്കെ എടുത്ത് കയാക്കിങ്ങിനൊക്കെ ഒന്ന് പോയി വെള്ളത്തിലൊക്കെ ഒന്ന് ഇറങ്ങി ഫുഡൊക്കെ കഴിച്ചിട്ട് പോകാറാണ് പതിവ്. ഇന്നിപ്പം ഒരു ചേഞ്ചിന് വേണ്ടിയിട്ട് നമ്മൾ നടക്കാനിറങ്ങി. അങ്ങനെ പറയില്ല, അപ്പൊ അവരറിഞ്ഞില്ല. പക്ഷെ നോക്കിയത് ഈ വെള്ളം നല്ല രസമില്ലേ കാണാൻ. അതാണ് ഇതുകൊണ്ടാണ് ഈ സ്ഥലത്തിന് ക്ലിയർ വാട്ടർ ലേക്ക് എന്ന് പേര് വരാൻ കാരണം. നല്ല ക്ലിയർ വാട്ടർ ആണ്. അയ്യോ മണ്ണ്, ഇനി നമ്മൾ എന്ത് ചെയ്യും? ആ കല്ല് മണിക്ക് കയറും. അപ്പോൾ ഗൈസ് നമ്മൾ വെള്ളത്തിലിറങ്ങി കാലം ഉണങ്ങാൻ വേണ്ടിയിട്ട് ഇവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കുവാണ്. ലക്ഷ്മി അവിടെ ഉണ്ട്, അവളും അവിടെയും നല്ല ഭംഗിയുണ്ട് കാണാൻ. എനിക്ക് നന്നായിട്ട് വിശക്കുന്നുണ്ട്, വിശന്നിട്ട് കുടല് കരിയുന്നുണ്ട്. ഭയങ്കര കരച്ചിലായിരുന്നു തോന്നുന്നു കൊച്ച്. അതെ, ഞാൻ എറണാകുളംകാരി തന്നെയാണ്. എന്താണ് നാട്ടിലെ സംക്രാന്തിക്കൊക്കെ അത് കേൾക്കുള്ളൂ. നീ എറണാകുളം അത് പറച്ചില് മാത്രമുള്ള വർത്താനത്തിൽ തോന്നുന്നുണ്ട്. ഞാനെല്ലാം മിക്സ്ഡ് ആണ്. തുറന്നപ്പോ തന്നെ ആൾക്കാർ ചോദിക്കും തൃശ്ശൂരല്ലേ. എനിക്ക് ചുറ്റും ആരൊക്കെയാണോ, ഞാൻ ഇപ്പൊ കുറച്ചേരം ചേച്ചിയോട് നടന്നു കഴിഞ്ഞാൽ ഞാൻ ചേച്ചിയുടെ സംസാരമായിരിക്കും കുറച്ചേരത്തേക്ക്. കുഞ്ഞി കിണർ പോലെയുള്ള സാധനം നമ്മൾ ഒത്തിരി വീടുകൾ കാണാറുണ്ട്. ഇങ്ങനെ ഒരു ബാക്ക് യാർഡൊക്കെ വെച്ച് ഇതുപോലെ നല്ല വ്യൂ ഒക്കെ വന്ന് അടിപൊളിയായിരിക്കില്ല. നമുക്കിതൊക്കെ റെൻറ്റിന് എടുക്കാൻ വേണമെങ്കിൽ, ഇനി ഇത് അവരുടെ സ്വന്തം വീടാണോ എന്ന് എനിക്കറിയില്ല. ചിലതൊക്കെ ക്യാബിൻസ് ആണ്. നമുക്കിതുപോലെ 4 days അല്ലെങ്കിൽ വീക്കെൻഡിലൊക്കെ നമുക്ക് റെൻറ്റിന് എടുത്തിട്ട് നമുക്കിതുപോലെ ഈ അടിപൊളി വ്യൂവിൽ നിൽക്കാം. നമ്മൾ സ്റ്റീവ് റോക്ക് പോയപ്പോഴും ഇതുപോലെ അടിപൊളി ക്യാബിൻസ് കുറേ ഉണ്ടായിരുന്നു അവിടെ. ഇതുപോലെ നമുക്ക് വീക്കെൻഡൊക്കെ റെൻറ്റ് ചെയ്ത് നമുക്ക് നിൽക്കാൻ പറ്റുന്ന നല്ല അടിപൊളി സ്ഥലങ്ങൾ. ഇതുപോലെ നല്ല വ്യൂ ഉള്ള സ്ഥലത്തൊക്കെ നിന്ന് എല്ലാവരും ഫോട്ടോസൊക്കെ എടുത്ത് പയ്യെ അങ്ങ് നടന്നു. കാറ്റിന് അപ്പോഴും വലിയ കുറവൊന്നും ഉണ്ടായിരുന്നില്ല. ഇവിടെ നല്ല അടിപൊളി സ്ഥലമാണ്. ഇതുവരെ നല്ല മരവും നമ്മൾ ഫുഡ് കഴിക്കാനായിട്ട് വന്നതാണ്. ഇവിടെ ഒരു മാത്രപ്പെട്ട എല്ലാ കടകളിലും നല്ല തിരക്കാണ് കേട്ടോ. ഭയങ്കര തിരക്കും ക്യൂ ഒക്കെയാണ്. വിശപ്പ് സഹിക്കാൻ പറഞ്ഞിട്ട് ഞാൻ പുട്ടി വാങ്ങി വഴിക്കട കഴിച്ചുകൊണ്ട് കിടക്കുവാണ്. ചേട്ടനൊരു പെപ്സി മാത്രം, ഐസ്ക്രീം. ഇത് സെയിം പുട്ടിയും തന്നെ വേറൊരു പേസ്ട്രീനകത്ത്. ഇത് ചെറിയ മധുരമുള്ള വേറൊരു ഐറ്റം. അവിടെ നിന്നിറങ്ങി നമ്മൾ നേരെ ചെന്നത് വിഷിംഗ് വെല്ലിലേക്കാണ്. ഇവിടെ കാണാൻ നല്ല ഭംഗിയുള്ള ഗാർഡൻ ഒക്കെ ഉണ്ട്. പിന്നെ നാട്ടിലത്തെ പോലെ തോന്നിക്കുന്ന ചെറിയ ചെറിയ തോടുകളും അതിന് മുകളിലൂടെ പാലമൊക്കെ. ഇങ്ങനെ നടന്നു ചെല്ലുന്നിടത്ത് ഒരു ചെറിയ കിണറുണ്ട്. അവിടെ കോയിനിട്ടിട്ട് നമ്മൾ എന്തെങ്കിലും ആഗ്രഹിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നടക്കുമെന്നൊക്കെയാണ് പറയുന്നത്. അവരാ കുനിഞ്ഞു നോക്കുന്നതാണ് ഈ പറഞ്ഞ കിണർ. അവിടെയാണ് കല്യാണം നടക്കുന്നത്. ഞാൻ കോയിനിട്ടു. നടക്കുമോ നോക്കാം. നടക്കുകയാണെങ്കിൽ പിന്നെ ഞങ്ങൾ ഭയങ്കര മാർക്കറ്റിംഗ് ആയിരിക്കും. ഞാനിത് നടക്കുവാണെന്നുണ്ടെങ്കിൽ ഞാൻ അടുത്ത വ്ലോഗിൽ വന്ന് പറയുന്നതായിരിക്കും. അത്ര പെട്ടെന്ന് അറിയാൻ പറ്റുമോ? അയ്യോ, പെട്ടെന്ന് പറഞ്ഞിട്ടില്ല, കുറച്ച് നാളുകൾക്കുള്ളിൽ അറിയാൻ പറ്റുമായിരിക്കും. അയ്യോ, എനിക്ക് ഒരു നേരം കൊണ്ടിട്ട് അതുകൊണ്ടിട്ട് പറ്റുമോ? അത്
ഇതിന്റെ അപ്പുറത്തേക്ക് എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. അതൊരു പ്രൈവറ്റ് പ്രോപ്പർട്ടിയാണ്. അവിടെ കല്യാണങ്ങളും ഫാമിലി ഫംഗ്ഷൻസും അങ്ങനെ പ്രൈവറ്റ് ആയിട്ടുള്ള പരിപാടികളൊക്കെ നടത്താറുണ്ട് അവർ. സൺസെറ്റിന് സമയമായിരുന്നുകൊണ്ടും പിന്നെ ഫോൾ ആയതുകൊണ്ട് മരങ്ങളുടെ കളറൊക്കെ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നുകൊണ്ടും ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കാനായിട്ട് നല്ല അടിപൊളി സ്പോട്ടായിരുന്നു. ഞങ്ങൾ പോയത് സെപ്റ്റംബർ 29 ഒരു ഒക്ടോബർ പകുതിയൊക്കെ ആകുമ്പോഴത്തേക്കും ആ പച്ചയൊക്കെ മാറി ഫുൾ മഞ്ഞയായി. കാണാൻ ഇതിലൊക്കെ നല്ല അടിപൊളിയായിരിക്കും. ഇതൊരു റിയൽ തവളയാണ്. പാവം അതിങ്ങനെ കണ്ട് നമ്മളപ്പോ തിരിച്ച് വീട്ടിൽ പോവാണ്. ബൈ ബൈ. ഇനിയുള്ള വീഡിയോ ഞങ്ങൾ തിരിച്ചു വരുന്ന വഴി മരങ്ങളും നിലകളൊക്കെ കാണാൻ വേണ്ടിയിട്ട് പോയ റൂട്ടിൻ്റെയാണ്. ഇവിടെ ഫോൾ സീസൺ തുടങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഇങ്ങനെയാണ്. ഇത് കാണാനായിട്ട് താല്പര്യമുള്ള ഒരു വീഡിയോ കണ്ടിന്യൂ ചെയ്തോളൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോയിൽ കാണാം. ടാറ്റാ ബൈ ബൈ.